യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച 2026 മെയ് മാസം 15-ാം തീയതിയാണ്. ഈ വെള്ളിയാഴ്ച കുടുംബ അനുഗ്രഹയാത്രയിൽ കുരിശിൻ്റെ ചുവട്ടിൽ നമ്മുടെ ക്ഷീണിച്ച ഹൃദയങ്ങളെ യേശുവിന് സമർപ്പിക്കുന്നു. വീടുകളുടെ മറഞ്ഞിരിക്കുന്ന ഭാരങ്ങളെയും ഇന്ന് അവൻ്റെ കരുണയിൽ വയ്ക്കുന്നു. ആഴ്ചയുടെ അവസാനം അടുത്തു വരുമ്പോൾ ചില കുടുംബങ്ങളുടെ ഉള്ളിൽ ഒരു നിശബ്ദമായ ക്ഷീണം അടിഞ്ഞുകൂടിയിരിക്കും. തിങ്കളാഴ്ച മുതൽ ഓടിയ ശരീരം മാത്രമല്ല, ചിന്തിച്ചു ക്ഷീണിച്ച മനസ്സും തളർന്നിരിക്കും. കടം ഇനിയും തീർന്നിട്ടില്ല. വാടകയുടെ തീയതി ഇനിയും മുന്നിൽ നിൽക്കുന്നു. സ്കൂൾ ഫീസ് ഓർമ്മിപ്പിക്കുന്ന സന്ദേശം വീണ്ടും വന്നിരിക്കാം. വിസയുടെ മറുപടി ഇനിയും വന്നിട്ടില്ല. ജോലിയുടെ കാര്യത്തിൽ ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല. ആരോഗ്യ റിപ്പോർട്ടിൻ്റെ ഭയമുള്ളിൽ നിൽക്കുന്നു. മക്കളുടെ പഠനം, ഫോൺ ഉപയോഗം, മൗനം, അകലം ഇവയെല്ലാം മാതാപിതാക്കളുടെ നെഞ്ചിൽ ഭാരമായി മാറുന്നു. വീട്ടിലെല്ലാവരും ജീവിക്കുന്നു, പക്ഷേ ചിലപ്പോൾ ഓരോരുത്തരും സ്വന്തം വിഷമം ഒറ്റയ്ക്ക് ചുമക്കുന്നു. അമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ കണ്ണ് നിറയാതെ പിടിച്ചു നിൽക്കും. അപ്പൻ പുറത്തുനിന്ന് വീട്ടിൽ വരുമ്പോൾ മുഖത്തെ ക്ഷീണം മറയ്ക്കാൻ ശ്രമിക്കും. മക്കൾ മുറിയിലിരിക്കുമ്പോൾ അവർ എന്താണ് അനുഭവിക്കുന്നത് എന്ന് ആരും പൂർണ്ണമായി അറിയില്ല. ഭർത്താവും ഭാര്യയും സംസാരിക്കുമ്പോൾ പോലും പറയാതെ കിടക്കുന്ന പഴയ മുറിവുകൾ ഇടയിൽ നിൽക്കും. ഇന്ന് യേശു നിങ്ങളുടെ വീട്ടിലേക്ക് കുരിശിൻ്റെ സ്നേഹത്തോടെ വരുന്നു. അവൻ പറയുന്നു, നിന്റെ ഭാരം മുഴുവൻ നീ ഒറ്റയ്ക്ക് ചുമക്കേണ്ട. സങ്കീർത്തനങ്ങൾ 55-ാം അധ്യായം 22-ാം വാക്യത്തിൽ വചനം പറയുന്നു, നിന്റെ ഭാരം കർത്താവിൻ്റെ മേലെ ഏൽപ്പിക്കുക, അവൻ നിന്നെ താങ്ങും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നത് ഭാരം ഇല്ലെന്ന് നടിക്കൂ എന്നല്ല. കരയേണ്ട എന്ന് അവൻ പറയുന്നില്ല. നിനക്ക് വിഷമം തോന്നരുത് എന്നും അവൻ പറയുന്നില്ല. പക്ഷേ നിന്റെ ഭാരം എവിടെ വയ്ക്കണമെന്ന് അവൻ കാണിച്ചു തരുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ, യേശുവിൻ്റെ മുറിവേറ്റ കൈകളിൽ. അവിടെയാണ് ക്ഷീണിച്ച കുടുംബങ്ങൾ താങ്ങപ്പെടുന്നത്. കേരളത്തിലെ ഒരു ചന്തയിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു ഭാരമുള്ള സാധനപ്പൊതി കയ്യിൽ പിടിച്ചു നടന്നിട്ടുണ്ടല്ലോ. ആദ്യം അത് സഹിക്കാവുന്നതായി തോന്നും. കുറച്ചു ദൂരം കഴിഞ്ഞാൽ കൈവേദനിക്കും. ഇനിയും കുറച്ചു ദൂരം കഴിഞ്ഞാൽ തോളും ശരീരവും ക്ഷീണിക്കും. വീട്ടിലെത്തുമ്പോൾ ആദ്യം ചെയ്യുന്നത് ആ പൊതി താഴെ വയ്ക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ ഭാരവും. ആദ്യം നാം സഹിക്കും, പിന്നെ നാം മിണ്ടാതാകും, പിന്നെ കടുത്ത വാക്കുകൾ വരും, പിന്നെ പ്രാർത്ഥന പോലും ക്ഷീണിച്ചു പോകും. ഇന്ന് യേശു പറയുന്നു, മകളെ, ആ ഭാരം താഴെ വെക്കൂ. ഇതാണ് ഇന്നത്തെ ഹൃദയവാക്ക്. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച ഭാരം യേശുവിൻ്റെ കൈകളിൽ താങ്ങപ്പെടും. ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കൂ. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച ഭാരം യേശുവിൻ്റെ കൈകളിൽ താങ്ങപ്പെടും. ഇപ്പോൾ നിങ്ങളുടെ കൈ ഹൃദയത്തിന് മുകളിൽ വെക്കൂ. ഈ ആഴ്ച നിങ്ങൾ ചുമന്ന ഭാരം മനസ്സിൽ കൊണ്ടുവരൂ. കടബാധ്യത കൊണ്ടുവരൂ. വാടകയും സ്കൂൾ ഫീസും കൊണ്ടുവരൂ. വിസ കാത്തിരിപ്പും ജോലി അനിശ്ചിതത്വവും കൊണ്ടുവരൂ. ആരോഗ്യഭയവും മരുന്ന് ചെലവും കൊണ്ടുവരൂ. മക്കളുടെ പഠനവും കുടുംബ മൗനവും പഴയ മുറിവുകളും കൊണ്ടുവരൂ. ഇപ്പോൾ മൃദുവായി പറയൂ, യേശുവെ, ഈ ഭാരങ്ങൾ നിന്റെ കൈകളിൽ വെക്കുന്നു. യേശുവെ, ഈ ഭാരങ്ങൾ നിന്റെ കൈകളിൽ വെക്കുന്നു. യേശുവെ, ഈ ഭാരങ്ങൾ നിന്റെ കൈകളിൽ വെക്കുന്നു. കർത്താവേ യേശുവെ, ഈ വെള്ളിയാഴ്ച ഞങ്ങളുടെ കുടുംബങ്ങളെ കുരിശിൻ്റെ ചുവട്ടിൽ ചേർക്കണമേ. മറച്ചുവെച്ച കണ്ണുനീർ നീ കാണണമേ. പറയാതെ കിടക്കുന്ന ക്ഷീണം നീ കേൾക്കണമേ. പണത്തെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ സമാധാനം കവർന്നെടുക്കാതിരിക്കട്ടെ. കടത്തിൽ മുങ്ങിയ വീടുകൾക്ക് വിവേകവും ശരിയായ സഹായവും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും തരണമേ. വാടക സമ്മർദ്ദത്തിൽ വിഷമിക്കുന്ന കുടുംബങ്ങളെ കരുണയോടെ താങ്ങണമേ. സ്കൂൾ ഫീസും വിദ്യാഭ്യാസ ലോണും കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾക്കുള്ളിൽ ഉറപ്പു തരണമേ. ജോലി കാത്തിരിക്കുന്ന യുവജനങ്ങൾ നിരാശയിൽ വീഴാതിരിക്കട്ടെ. വിസ ഫയൽ കാത്തിരിക്കുന്നവർ ക്ഷമ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ വാതിൽ നല്ലതാണെങ്കിൽ തുറക്കണമേ.
ഈ വഴി ഞങ്ങളെ തകർക്കുന്നതാണെങ്കിൽ കാത്തുസൂക്ഷിക്കണമേ. ഇനി കാത്തിരിക്കണം എങ്കിൽ സഹിക്കാൻ കൃപ തരണമേ. ആരോഗ്യ റിപ്പോർട്ടിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് ധൈര്യവും ശരിയായ ചികിത്സ തേടാനുള്ള വിവേകവും തരണമേ. മരുന്ന് ബിൽ കണ്ട് തളർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. മക്കൾ പഠനത്തിൽ അലക്ഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ കോപത്തിൽ തകർന്നു പോകാതെ ജ്ഞാനത്തോടെ നിൽക്കട്ടെ. ഫോണിൽ മുങ്ങിപ്പോകുന്ന മക്കളുടെ മനസ്സിനെ സ്നേഹത്തോടെ തിരിച്ചു വിളിക്കണമേ. പരീക്ഷാഭയമുള്ള കുട്ടികൾക്ക് ശാന്തതയും ഓർമ്മയും ശ്രദ്ധയും നൽകണമേ. വീട്ടിലെ മൗനം വേദനയായി തുടരാതെ സത്യസന്ധമായ സംഭാഷണമായി മാറട്ടെ. പഴയ മുറിവുകൾ വീണ്ടും വീണ്ടും തുറക്കുമ്പോൾ കുരിശിലെ നിന്റെ രക്തം ഞങ്ങളെ സുഖപ്പെടുത്തട്ടെ. പരിശുദ്ധ അമ്മേ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന അമ്മേ, ഞങ്ങളുടെ വീടുകളുടെ ചുവട്ടിൽ നിന്നു പ്രാർത്ഥിക്കണമേ. നിങ്ങൾ യേശുവിൻ്റെ വേദന കണ്ടു നിന്നതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളുടെ വേദനയും അറിയുന്ന അമ്മയാണ്. അമ്മയുടെ കണ്ണുനീരും അപ്പൻ്റെ നിശബ്ദതയും മക്കളുടെ ആശയക്കുഴപ്പവും നിങ്ങളുടെ മാതൃഹൃദയത്തിൽ ചേർക്കണമേ. ഞങ്ങളുടെ വീട്ടിൽ കുറ്റപ്പെടുത്തൽ തുടങ്ങുന്നിടത്ത് മൃദുവായ ഒരു വാക്ക് ജനിക്കട്ടെ. വഴക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു ചെറിയ നിശബ്ദ പ്രാർത്ഥന ഞങ്ങളെ പിടിച്ചു നിർത്തട്ടെ. ഇന്നൊരു കേരള വീട്ടിലെ വെള്ളിയാഴ്ച വൈകുന്നേരം നമുക്ക് ഓർക്കാം. ഒരപ്പൻ ക്ഷീണിച്ച മുഖത്തോടെ വീട്ടിലെത്തി. മൊബൈലിൽ ലോൺ സന്ദേശം വന്നിരുന്നു. വാടകയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും വന്നിരുന്നു. ജോലിയെക്കുറിച്ചുള്ള മറുപടി കിട്ടിയില്ല. വിസ അപ്ഡേറ്റ് ഒന്നും വന്നില്ല. വീട്ടിൽ അമ്മ സ്കൂൾ ഫീസ് ഓർത്ത് വിഷമിച്ചു. ഒരു കുട്ടി ഭക്ഷണമേശയുടെ അരികിൽ ഇരുന്നിട്ടും ഫോണിൽ നിന്ന് കണ്ണെടുത്തില്ല. വീടിൻ്റെ ഉള്ളിൽ ഒരു ഭാരമുള്ള മൗനമുണ്ടായിരുന്നു. ആ രാത്രി വീണ്ടും കുറ്റപ്പെടുത്തലും വഴക്കുമുണ്ടാകാമായിരുന്നു. പക്ഷേ അമ്മ മൃദുവായി പറഞ്ഞു, നമുക്ക് ആദ്യം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അവർ വീട്ടിലെ പ്രാർത്ഥനാമൂലയിലേക്ക് പോയി. ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ചു. അപ്പൻ ഒരു ചെറിയ കടലാസിൽ എഴുതി കടവും ജോലി കാത്തിരിപ്പും. അമ്മ മറ്റൊരു വാക്കെഴുതി മക്കളുടെ പഠനം. അവർ ആ കടലാസ് കുരിശിൻ്റെ അടുത്ത് വെച്ചു. ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലി. അന്ന് രാത്രി കടമുടനെ തീർന്നില്ല. വിസ വാർത്ത വന്നില്ല. ജോലി ഉറപ്പായില്ല. സ്കൂൾ ഫീസ് പ്രശ്നവും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീട്ടിലൊരു കാര്യം മാറി. അവർ തമ്മിൽ കുറ്റം പറയാതെ ഇരിക്കാൻ കഴിഞ്ഞു. അപ്പൻ ആദ്യമായി പറഞ്ഞു, എനിക്ക് വളരെ ക്ഷീണമായിരുന്നു. അമ്മ പറഞ്ഞു, എനിക്കും പേടിയായിരുന്നു. കുട്ടി ശാന്തമായി ഫോൺ താഴെ വെച്ചു. ആ വീട്ടിൽ പ്രശ്നം അവസാനിച്ചില്ല. പക്ഷേ ഭാരമൊറ്റയ്ക്ക് ചുമക്കുന്ന പതിവ് തകർന്നു. ഇതാണ് കുരിശിൻ്റെ കൃപ. യേശു എല്ലാം ഉടനെ എടുത്തുമാറ്റുന്നതിന് മുമ്പ് നമ്മെ പരസ്പരം മൃദുവാക്കുന്നു. ഭാരം ചുമക്കുന്ന കൈകൾക്ക് താങ്ങ് തരുന്നു. ക്ഷീണിച്ച ഹൃദയത്തിൽ പ്രത്യാശയുടെ ചെറിയ ജ്വാല കൊളുത്തുന്നു. ചിലപ്പോൾ വീട്ടിലെ ഭാരം പണത്തിൻ്റെ പ്രശ്നം മാത്രമല്ല. അത് പറയാത്ത ക്ഷീണമാണ്. കേൾക്കപ്പെടാത്ത ഭയമാണ്. വീണ്ടും വീണ്ടും തുറക്കുന്ന പഴയ മുറിവാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നാം ഭാരം വയ്ക്കുമ്പോൾ യേശു നമ്മെ ആദ്യം പരസ്പരം മൃദുവാക്കുന്നു. അവൻ ഉടനെ എല്ലാം മാറ്റിയില്ലെങ്കിലും തകർന്നു പോകാതെ നിൽക്കാനുള്ള കൃപ തരുന്നു. ഇന്ന് രാത്രി ഒരു കുറ്റവാക്ക് കുറയട്ടെ. ഒരു സത്യസന്ധമായ വാക്ക് ജനിക്കട്ടെ. ഒരു കുടുംബം വീണ്ടും ഒറ്റക്കല്ല എന്ന് അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ച നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കാം. പ്രാർത്ഥിക്കാൻ വാക്കുകൾ ഇല്ലാത്ത അവസ്ഥയിലും ആയിരിക്കാം. പക്ഷേ കുരിശിൻ്റെ ചുവട്ടിൽ വാക്കുകൾ കുറവായാലും മതി. സത്യസന്ധമായ ഹൃദയം മതി. കർത്താവേ, എനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നതും ഒരു പ്രാർത്ഥനയാണ്. കർത്താവെ, നീ താങ്ങണമേ എന്ന് പറയുന്നതും ഒരു സമർപ്പണമാണ്. ഇന്നത്തെ പ്രായോഗിക വിശ്വാസ പ്രവൃത്തി ഇതാണ്. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കുടുംബം ചുമക്കുന്ന ഒരു ഭാരം ഒരു ചെറിയ കടലാസിൽ എഴുതുക. കടം, വിസ കാത്തിരിപ്പ്, ആരോഗ്യഭയം, പഠനം, ജോലി കാത്തിരിപ്പ്, കുടുംബമൗനം, പഴയ മുറിവ്, ഇതിൽ ഏതെങ്കിലും എഴുതാം. ആ കടലാസ് ബൈബിളിൻ്റെ അടുത്തോ കുരിശിൻ്റെ ചുവട്ടിലോ വീട്ടിലെ അൾത്താരക്കരികിലോ വെക്കുക.
ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലുക. ശേഷം മൃദുവായി പറയുക, കർത്താവായ യേശുവേ, ഈ ഭാരം നിന്റെ കൈകളിൽ വെക്കുന്നു. ഇത് മാന്ത്രികമല്ല, ഇത് ക്ഷീണിച്ച കുടുംബത്തിൻ്റെ വിശ്വാസമുള്ള സമർപ്പണമാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് പ്രഖ്യാപിക്കാം, യേശുവെ ഞങ്ങളെ താങ്ങണമേ, യേശുവെ ഞങ്ങളെ താങ്ങണമേ, യേശുവെ ഞങ്ങളെ താങ്ങണമേ. പരിശുദ്ധാത്മാവേ, ഈ രാത്രി ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ. പണഭയത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് വിശ്രമം തരണമേ. കുട്ടികളെക്കുറിച്ച് കരയുന്ന മാതാപിതാക്കൾക്ക് പ്രത്യാശ തരണമേ. ജോലി വിസ, കടം, ആരോഗ്യഭയം ഇവയിൽ തളർന്നവർക്ക് അടുത്ത ചുവട് കാണിച്ചു തരണമേ. വീട്ടിൽ വീണ്ടും പഴയ വാക്കുകൾ കുത്തിയാൽ മൗനത്തിൽ സ്നേഹം തിരഞ്ഞെടുക്കാനുള്ള കൃപ തരണമേ. ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമയുടെ തുടക്കം തരണമേ. സത്യം പറയേണ്ടിടത്ത് മൃദുവായ ധൈര്യം തരണമേ. പരിധി വേണ്ടിടത്ത് ജ്ഞാനമുള്ള കരുതൽ തരണമേ. ഞങ്ങളുടെ വെള്ളിയാഴ്ച രാത്രി നിരാശയുടെ രാത്രിയല്ല, സമർപ്പണത്തിൻ്റെ രാത്രിയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഭാരം ഒരു വാക്കിൽ കമൻറ്റിൽ എഴുതാം. കടം, വാടക, ഫീസ്, വിസ്, ജോലി, രോഗം, മക്കൾ, സമാധാനം എന്നിങ്ങനെ എഴുതാം. ആമേൻ എന്ന് എഴുതുന്ന ഓരോ കുടുംബത്തെയും ഈ വെള്ളിയാഴ്ച അനുഗ്രഹത്തിൽ യേശുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഇവിടെ നാം പരസ്പരം കുറ്റപ്പെടുത്താനല്ല, പരസ്പരം പ്രാർത്ഥിക്കാനാണ് കൂടുന്നത്. ഈ പ്രാർത്ഥന ഒരു ക്ഷീണിച്ച കുടുംബത്തിലേക്കെങ്കിലും പങ്കുവെക്കൂ. നിങ്ങളുടെ ഫോൺ ഇന്ന് ഒരു ചെറിയ പ്രസംഗപീഠമാകട്ടെ. ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്ന ഒരു അപ്പൻ്റെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന ചെറിയ ആശ്വാസം ഉണർത്താം. മിണ്ടാതെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു അമ്മയ്ക്ക് ഈ വാക്കുകൾ കുരിശിൻ്റെ വെളിച്ചമാകാം. ഇന്ന് നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കുരിശിൻ്റെ അനുഗ്രഹം ഇറങ്ങട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ യേശുവിൻ്റെ കൈകളിൽ താങ്ങപ്പെടട്ടെ. നിങ്ങളുടെ മക്കൾ പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിൽ സുരക്ഷിതരാകട്ടെ. നിങ്ങളുടെ മുറിവുകൾ പതുക്കെ സുഖപ്പെടട്ടെ. നിങ്ങളുടെ വീട് കുറ്റപ്പെടുത്തലിൽ നിന്ന് സമർപ്പണത്തിലേക്ക് മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ കുടുംബവും ഈ ആഴ്ചയുടെ അവസാനം അനുഗ്രഹിക്കപ്പെടട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ രാവിലെ കൃത്യം 5:30 തീർച്ചയായും ഞാൻ നിങ്ങളെ കാണും.